തോട്ടത്തിന്റെ ഉടമക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് ഒട്ടകത്തെ എറിഞ്ഞു. ആ ഒട്ടകം ഒരു ഇല കടിച്ചിട്ടേ ഉള്ളൂ, പക്ഷെ അയാൾക്ക് ദേഷ്യം വന്നു. ഒട്ടകത്തെ എറിഞ്ഞു കല്ലുകൊണ്ട്. അത് ഒട്ടകത്തിന്റെ തലക്ക് കൊണ്ടു. ഒട്ടകം അവിടെ വീണു. ഒട്ടകം ചത്തുപോവുകയും ചെയ്തു. ഇപ്പൊ അറാബിക്ക് ആകെയുള്ള വാഹനാണ്. അദ്ദേഹത്തിന് ആ ഒട്ടകപ്പുറത്ത് വേണം നജിദ് വരെ യാത്ര ചെയ്യാൻ. 1500 കിലോമീറ്റർ പോകണം മൂപ്പർക്ക്. ഇനി എങ്ങനെ പോകാനാണ്? അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ പോയിട്ട് ഈ അറാബിയുടെ തോട്ടം നോക്കുന്ന ഒരു അടിമയുണ്ട്, അയാളെ പിടിച്ചു കൊന്നു. അന്നത്തെ അമീറാണ്, ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ വിളിച്ചു രണ്ടുപേരെയും. അറാബി, നിങ്ങൾ ഇയാളുടെ ഒട്ടകത്തെ കൊന്നല്ലേ, അതിന് ഇയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. പിന്നെ ഈ അറാബിന്റെ അടിമയെ നിങ്ങൾ കൊന്നല്ലേ, അതുകൊണ്ട് നിങ്ങളെ തിരിച്ചു കൊല്ലൂ. ഖിസാസ് ഇസ്ലാമിന്റെ നിയമമാണ്. മനഃപൂർവ്വം അംദൻ വഖസ്ദൻ ഒരാളെ കൊന്നാൽ തിരിച്ചു കൊല്ലപ്പെടും. അടിമയായിരുന്നു അയാളുടെ തോട്ടത്തിന്റെ ഉടമ, തോട്ടം നോക്കുന്ന ഒരു മാനേജർ. ഇവരെ കൊന്നത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലൈക്കൽ ഖിസാസ്. ഭയങ്കര പ്രശ്നമായി. ഇപ്പൊ ഗൾഫ് നാട്ടിലൊക്കെ അങ്ങനെ പ്രശ്നങ്ങൾ വരും. എന്തെങ്കിലും അടിപിടി കേസ്, പെട്രോൾ പമ്പെന്ന് അറബി അങ്ങനെ പറഞ്ഞു, അപ്പൊ പിടിച്ച് തച്ച് അങ്ങനെ എന്ത് ചെയ്തു, ആള് മരിച്ചുപോയി. എത്ര കേസ് കേൾക്കാറുണ്ട് അങ്ങനെ. സുബ്ഹാനല്ലാഹ്, ദേഷ്യം വരുമ്പോ മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവല്ലേ. അതുകൊണ്ടാണ് പിശാച് നിങ്ങളുടെ തലയിൽ കയറി ദേഷ്യം പിടിപ്പിക്കുമ്പോൾ പറയണേ, ഒരാളിങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിച്ചാടെ തൊണ്ടയിൽ നിന്ന് ഇങ്ങനെ ഞരമ്പ് ഇങ്ങനെ പെടച്ചിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴേ തങ്ങൾ പറഞ്ഞു, ലഅലമു കലിമച്ചൻ, ഒരു വാക്ക് എനിക്കറിയാം, ആ വാക്ക് ലൗ ഖാലഹ സകത്, ആ വാക്ക് അയാൾ പറഞ്ഞാൽ ഈ ദേഷ്യം അവിടെ അടങ്ങും. എന്താ നബി അയാളോട് പറയേണ്ടത്? ഞങ്ങൾ പറഞ്ഞു കൊടുക്കാം. അയാളോട് പറയ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇത് പറയാൻ വേണ്ടി പറയേ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പിശാചാണ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇയാളെ പ്രതികാര ശിക്ഷ നടപ്പാക്കാൻ വിളിച്ചു വരുത്തിയപ്പോ മഹാനവറുകളോട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആ അറാബിയുടെ ഒരു മറുപടിയുണ്ട്. അമീറുൽ മുഅ്മിനീൻ, എന്നെ തിരിച്ചു കൊന്നാൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ എനിക്കൊരു 3 ദിവസത്തെ സാവകാശം തരണേ. എന്തിന്? എന്റെ നാട്ടിലെ കുറെ പാവപ്പെട്ട യതീം കുട്ടികളും വിധവകളൊക്കെ ഉണ്ട്, അവരുടെയൊക്കെ പൈസ എന്റെ കയ്യിൽ അവരൊക്കെ സൂക്ഷിക്കാൻ തരല്ലേ. ഞാനത് ബറിൽ, മരുഭൂമിയിൽ എവിടെയോ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് അവർക്ക് എടുത്തു കൊടുത്തിട്ട് ഞാൻ വരാം. എന്നിട്ട് നിങ്ങൾ എന്നെ കൊന്നോളി. അപ്പോ നീ ഇങ്ങനെ പോയാൽ നിന്നെ എവിടുന്ന് കിട്ടും? ആര് ജാമ്യം നിൽക്കുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ആരെങ്കിലും ജാമ്യം നിൽക്കാനുണ്ടോ ഞാൻ നോക്കട്ടെ, ഇല്ലെങ്കിൽ അള്ളാഹുവാണ് ജാമ്യം, അള്ളാഹിനെ വിചാരിച്ച് വിട്ടേക്കെന്ന് പറയും. എന്റെ കീഴിൽ യതീമുകളുണ്ട്, യതീമുകളുടെ സമ്പത്തുണ്ട്, എന്നെ ഒന്ന് വിട്ടുതരുമോ? ആര് ജാമ്യം നിൽക്കും? നിങ്ങൾ പോയാൽ നിങ്ങൾ പ്രതിയാണ്, നിങ്ങൾ എങ്ങനെ ജാമ്യത്തിൽ ഇറക്കും? അദ്ദേഹം പറഞ്ഞു, എന്നെ അറിയണ ആരും ഇവിടെ ഇല്ല, ഞാൻ ഏതോ നാട്ടുകാരനല്ലേ. ലൈസ ലീ കഫീലുൻ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരു ജാമ്യക്കാരൻ എനിക്കില്ല, എന്റെ ജാമ്യക്കാരൻ അല്ലാഹുവാണ്. അപ്പൊ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു സദസ്സിലുണ്ട്. അമീറുൽ മുഅ്മിനീൻ, എന്റെ ഗ്യാരണ്ടിയിൽ അയാൾ പോയിക്കോട്ടെ. അബൂദർ, അതിന്റെ അർത്ഥം എന്താ നിങ്ങൾക്കറിയോ? ഇയാൾ വന്നില്ലെങ്കിൽ നിങ്ങളെ കൊല്ലും. അയാൾ കൊല്ലപ്പെടേണ്ട ആളാണ്, നിങ്ങളെ തിരിച്ചു കൊല്ലും, നിങ്ങളായിരിക്കും കൊല്ലപ്പെടുക. പറ്റുമോ ചോദിച്ചു. ആ പറ്റുന്ന. ഇയാൾ നിങ്ങൾക്കറിയോ? എനിക്കറിയില്ല. അല്ലാഹുവിനെ വിചാരിച്ച് പറയുമ്പോ പോയിക്കോട്ടെ എന്ന്. അബൂദർ ബോധത്തോടുകൂടെ തന്നെയല്ലേ പറയുന്നത്? അതേ അമീറുൽ മുഅ്മിനീൻ, ബോധത്തോടുകൂടെ തന്നെയാണ്. ഇയാള് പോയി. എല്ലാവർക്കും പടക്കാൻ തുടങ്ങി. അബൂദറേ, റോട്ടുകൂടെ പോണ പാമ്പിനെ അവരെ തോൾക്കിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഗിഫാർ ഗോത്രത്തിന്റെ നേതാവാണ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന്റെ മുമ്പ് കൊള്ളക്കാരനായിരുന്നു, മുസ്ലിമാകുന്നതിന്റെ മുമ്പ്. പിന്നെ പച്ചപ്പാവമാണ്. യംശി വഹദ വയഈശു വഹദ വയമൂതു വഹദ വയുഹ്ശറു വഹദ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ മഹാനാണ്. 3-ാമത്തെ ദിവസം വിധി നടപ്പാക്കാൻ വേണ്ടി അമീറുൽ മുഅ്മിനീൻ കാത്തിരിക്കുകയാണ്.
കാത്തിരിക്കുമ്പോ സൂര്യാസ്തമയത്തിന്റെ മുമ്പ്, അതല്ല ഒരു ദിവസം എന്ന് പറയുമ്പോൾ സൂര്യാസ്തമയത്തോടു കൂടെ അടുത്ത ദിവസത്തിലേക്ക് കടക്കും. മഗ്രിബ് വരെയാണ് സമയം. അസർ കഴിഞ്ഞു, ആ മനുഷ്യൻ വരുന്നില്ല. സൂര്യൻ ഇങ്ങനെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഒരു രക്ഷയും കാണില്ല. ഇയാള് വരന്റെ ഫോണൊന്നും ഇല്ലല്ലോ അന്നത്തെ കാലത്ത്. അബൂദർ റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ്. മഗ്രിബാവാനായി അബൂദറിന്റെ കൈകാലുകൾ കെട്ടിക്കോളി എന്ന് പറഞ്ഞു ഉമർ തങ്ങൾ. അപ്പൊ അവൻ നിന്നെടുത്തിട്ടോ അബൂദർ റളിയല്ലാഹു അൻഹു. ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി പോവാ. അപ്പോൾ ആ മനുഷ്യനുണ്ട് ഓടി വരുന്നത്, കതച്ച് വീർത്ത് കുളിച്ചോടി വരുന്നുണ്ട്. അമീറുൽ മുഅ്മിനീൻ, ഞാൻ എത്തിയിട്ടുണ്ട്, ഞാൻ എത്തിയിട്ടുണ്ട്, ഞാൻ എത്തിയിട്ടുണ്ട് എന്ന് വിളിച്ചു. ഹാജർ, ഞാൻ എത്തി. അബൂദർ ഇറങ്ങിക്കോളുന്നു. അബൂദർ തങ്ങളെ താഴെ ഇറക്കി. ഉമർ തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചത്, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അവസരമുണ്ടായിരുന്നിട്ട് എന്തേ നിങ്ങൾ തിരിച്ചു വന്നത്? മാ ഹമലക അലാ ഹാദാ, വാട്ട്സ് മെയ്ഡ് യു ഡു ദാറ്റ്? നിങ്ങൾക്ക് രക്ഷപ്പെട്ട് ഓടിക്കൂടായിരുന്നോ? എന്തിനെ നിങ്ങൾ ഇത് പണി ചെയ്തത്? നിങ്ങൾ എന്തിനിത് ചെയ്തു? حتى لا يقول الناس ماتت الأمانة. അമീറുൽ മുഅ്മിനീനെ, ഞാനിത് ചെയ്യുന്നത്, ഞാൻ ഒരാൾ വരാതിരുന്നാൽ മനുഷ്യര് പറയൂലേ വിശ്വസ്തത മരിച്ചുപോയി എന്ന്. ഇന്ന് ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല, പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് വാക്ക് പാലിക്കാൻ കഴിയില്ല എന്ന് ആളുകൾ പറയില്ലയോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അങ്ങനെ ആരും പറയരുത്. അമാനത്ത് നഷ്ടപ്പെട്ടിട്ടില്ല, വാക്കുകൾക്ക് വിലയുണ്ട്. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കാതിരുന്നാൽ അള്ളാനെ വിചാരിച്ച് എനിക്ക് വേണ്ടി സാക്ഷി നിന്ന അബൂദർ തെറ്റിദ്ധരിക്കപ്പെടൂലേ? അയാളെങ്കിലും വിചാരിക്കൂലേ അള്ളാന്റെ പേര് പറഞ്ഞ ഒരാൾ എന്നെ പറ്റിച്ചല്ലോ എന്ന്? അബൂദർ വിചാരിക്കൂലേ? അമീറുൽ മുഅ്മിനീൻ, ജനങ്ങള് വിചാരിക്കൂലേ? മാതത്തിൽ അമാന, വിശ്വസ്തത മരിച്ചുപോയി എന്ന് പറയൂലേ? അതുകൊണ്ടാണ് ഞാൻ ഓടി വന്നത്.